ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഐ ഹോപ്പ് യു ഓൾ ഓഫ് യു ആർ വെൽ ബീയിങ് ആൻഡ് ഹെൽത്തി. ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു കസ്റ്റമറും ഷോപ്പ് കീപ്പറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അതായത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരു ഷർട്ട് അത് റിട്ടേൺ ചെയ്യാൻ വന്ന കസ്റ്റമർ ഷോപ്പ് കീപ്പറോട് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി കൺവെർസേഷൻ വിത്തൗട്ട് ഡിലേ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ്. ഷോപ്പ് കീപ്പർ കടയുടമ. കസ്റ്റമർ സർ. ഷോപ്പ് കീപ്പർ പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ടെൽ മീ വാട്ട് ഡു യു വാണ്ട്. ടെൽ മീ വാട്ട് ഡു യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ദെൻ കസ്റ്റമർ, നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ? നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ? ഡു യു റിമെമ്പർ മീ? ഷോപ്പ് കീപ്പർ സോറി സർ, ഒരുപാട് ആളുകൾ എൻ്റെ കടയിൽ ദിവസവും വന്നു പോകാറുണ്ട്. ഒരുപാട് ആളുകൾ എന്നതിന് എ ലോട്ട് ഓഫ് പീപ്പിൾ. എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ് മൈ ഷോപ്പ് എവറി ഡേ. എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ് മൈ ഷോപ്പ് എവറി ഡേ. വിസിറ്റ് വന്നു പോവുക, അല്ലെങ്കിൽ സന്ദർശിക്കുക എന്നർത്ഥം. സന്ദർശിക്കുക. എവറി ഡേ എല്ലാ ദിവസവും. എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ് മൈ ഷോപ്പ് എവറി ഡേ. ഇവിടെ എ ലോട്ട് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്ലൂരൽ സബ്ജക്റ്റാണ്. സോ വിസിറ്റ്, വിസിറ്റ്സ് അല്ല വിസിറ്റ്. സിംഗുലർ ആണെങ്കിൽ നമ്മൾ എസ് ചേർത്ത് പറയണം അല്ലേ. എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ് മൈ ഷോപ്പ് എവറി ഡേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർക്കാൻ കഴിയുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സോ ഐ കാൺ റിമെമ്പർ യു. ഐ കാൺ റിമെമ്പർ യു. എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല, പറ്റുന്നില്ല. ഐ കാൺ റിമെമ്പർ. I can't remember you. I can't say I cannot. I cannot. I can't remember you എന്നാണ് പറയുക. I can't remember you. ഓക്കെ, ഇനി യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം ഓഫ് യു? വാട്ട് ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം ഓഫ് യു? പ്രോബ്ലം ഓഫ് യു നിങ്ങളുടെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം, ആക്ച്വൽ പ്രോബ്ലം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ദെൻ കസ്റ്റമർ എന്താണ് പറയുന്നത്? കസ്റ്റമർ ഓക്കെ സാർ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ ഷർട്ട് ഇവിടുന്ന് മെനിഞ്ഞാന്ന് വാങ്ങിയതാണ്. ഞാൻ മെനിഞ്ഞാന്ന് ആണ് ഇവിടുന്ന് ഈ ഷർട്ട് വാങ്ങിയത്. അതെങ്ങനെ പറയാം? മെനിഞ്ഞാന്ന് എന്നതിന് ദ ഡേ ബിഫോർ ഈസ്റ്റർഡേ എന്നാണ് പറയുക. ദ ഡേ ബിഫോർ ഈസ്റ്റർഡേ. ഈസ്റ്റർഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ, ഇന്നലേക്ക് മുന്നത്തെ ദിവസം എന്നതിന് ദ ഡേ ബിഫോർ ഈസ്റ്റർഡേ. ദ ഡേ ബിഫോർ ഈസ്റ്റർഡേ ഐ ബോട്ട് ദിസ് ഷർട്ട്. ബോട്ട് ഇത് കഴിഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ബോട്ട് ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. ഐ ബോട്ട് ദിസ് ഷർട്ട്. ഈ ഷർട്ട് വാങ്ങിയത് എവിടെ നിന്നാണ്? ഫ്രം വെയർ? ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എന്നതിന് ഫ്രം ഹിയർ. എപ്പോൾ? ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഓക്കെ, ഇതിൻ്റെ അളവ് എനിക്ക് പാകമല്ല. ഇറ്റ്സ് സൈസ് ഈസ് നോട്ട് ഫിറ്റ് ടു മീ. ഇറ്റ്സ് സൈസ് ഈസ് നോട്ട് ഫിറ്റ് ടു മീ. ഇറ്റ്സ്, ഇതിൻ്റെ കൂടെ എസ് ചേർത്ത് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഇതിൻ്റെ എന്നാണ് അർത്ഥം. ഇതിൻ്റെ, ഇറ്റ്സ് ഇതിൻ്റെ അളവ് പാകമല്ല എന്നതിന്, എനിക്ക് പാകമല്ല എന്നതിന് നോട്ട് ഫിറ്റ് ടു മീ. നോട്ട് ഫിറ്റ് ടു മീ, ഇതിൻ്റെ അളവ് എനിക്ക് പാകമല്ല. എനിക്കിത് തിരിച്ചു തന്ന് വേറെ അളവിലുള്ളൊരു ഷർട്ട് വേണമെന്നുണ്ട്. ഇത് തിരിച്ചു തന്നിട്ട് വേറെ അളവിലുള്ള ഷർട്ട് വേണം, അതിനാണ് വന്നത്. വേണമെന്നുണ്ട് എന്നതിന് നമുക്ക് ഐ വുഡ് ലൈക്ക്. ഐ വുഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ഷർട്ട്. എന്തിനു വേണ്ടിയാണ് റിട്ടേൺ ചെയ്യുന്നത്? വേറെ അളവിലുള്ളതിന്. വൈ? ഫോർ അതർ സൈസ്. ഫോർ അതർ സൈസ്. ഐ വുഡ് ലൈക്ക് ടു റിട്ടേൺ ദിസ് ഷർട്ട് ഫോർ അതർ സൈസ്. വീട്ടിൽ വെച്ച് ഇട്ടു നോക്കിയപ്പോഴാണ് വലിയ അളവായിരുന്നു ഇതെന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. വീട്ടിൽ വെച്ച് ഇതിട്ടു നോക്കിയപ്പോഴാണോ എന്ന് എങ്ങനെ പറയാം? വെൻ ഐ ട്രൈഡ് ഇറ്റ് ഓൺ അറ്റ് ഹോം. വെൻ ഐ ട്രൈഡ് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് നോക്കിയപ്പോൾ. എവിടെ വെച്ചാണ്? വെർ? അറ്റ് ഹോം. ഫ്രം വെർ? അറ്റ് ഹോം. വെൻ ഐ ട്രൈഡ് ഇറ്റ് ഓൺ അറ്റ് ഹോം ഐ റിയലൈസ്ഡ്, ഞാൻ മനസ്സിലാക്കി, ദാറ്റ് ഇറ്റ് വാസ് എ ബിഗ് സൈസ്. ഇറ്റ് വാസ് എ ബിഗ് സൈസ്. ഐ റിയലൈസ്ഡ്. റിയലൈസ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്നർത്ഥം. വെറുതെ മനസ്സിലാക്കുന്നതിന് എന്ത് പറയാം? അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും അല്ലേ. ഇവിടെ റിയലൈസ് ചെയ്യാണ്, യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ഐ റിയലൈസ്ഡ് ദാറ്റ്
ഇറ്റ് വാസ് എ ബിഗ് സൈസ്. ഇറ്റ് വാസ്, ഇറ്റ് സിംഗുലറാണ്. അപ്പോൾ എൻ്റെ കൂടെ എന്താണ് ആയിരുന്നു എന്നതിന് വാസ് ആണ് ഉപയോഗിക്കുക. നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്താണ്, പാസ്റ്റ് സിമ്പിൾ ഫോമിലാണ്. ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ ബിഗ് സൈസ്. ഓക്കെ. ഇട്ട് നോക്കുക എന്നതിനെ നമുക്ക് ട്രൈറ്റ് ഓൺ എന്ന് പറയാം. ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറയാൻ ട്രൈറ്റ് ഓൺ എന്ന് പറയാം. അപ്പോൾ നമ്മളിത് പാസ്റ്റ് പറയുമ്പോൾ ഐ ട്രൈഡ് ഇറ്റ് ഓൺ എന്ന് പറയും. ഐ ട്രൈഡ് ഇറ്റ് ഓൺ. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഷോപ്പ് കീപ്പർ, ഷർട്ട് വാങ്ങുന്നതിന് മുമ്പേ നിങ്ങളിത് ഇട്ട് നോക്കിയില്ലേ? ഷർട്ട് വാങ്ങുന്നതിന് മുൻപേ ഇതിട്ട് നോക്കിയില്ലേ? ന്യായമായും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ? ഒരു സാധനം നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ അത് കൃത്യമായും ചെക്ക് ചെയ്ത് വേണം വാങ്ങാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഇട്ട് നോക്കിയില്ലേ എന്നതിന് ഹാവിൻറ്റ് യു ട്രൈഡ് ഇറ്റ് ഓൺ എന്ന് ചോദിക്കാം. ഹാവിൻറ്റ് യു ട്രൈഡ് ഇറ്റ് ഓൺ. വാങ്ങുന്നതിന് മുൻപേ എന്നതിന് ബിഫോർ യു ബോട്ട് ദിസ് ഷർട്ട്. ബിഫോർ യു ബോട്ട് ദിസ് ഷർട്ട്. വാങ്ങുന്നതിന് മുമ്പേ. വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അല്ലേ? ബിഫോർ യു ബോട്ട് ദിസ് ഷർട്ട്. ഹാവിൻറ്റ് യു ട്രൈഡ് ഇറ്റ് ഓൺ ബിഫോർ യു ബോട്ട് ദിസ് ഷർട്ട്. ഹാവിൻറ്റ് എന്ന ചോദ്യം ഹാവ് നോട്ടാണ്. ഹാവിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫോമിൽ ചോദിക്കുന്നത് എന്ന് ഡിഡ് വെച്ച് ചോദിച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. ഇവിടെ പാസ്റ്റ് സിമ്പിൾ ഫോമിലും അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോമിലും നമ്മൾ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പോഴും ആ പ്രസൻറ്റ് ടൈമിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ, ആ സമയത്തെപ്പറ്റി അവിടെ പറയേണ്ട നിർബന്ധമില്ല. ഇത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം യൂസ് ചെയ്യുന്നത്, നടന്നു കഴിഞ്ഞ കാര്യത്തെപ്പറ്റി പറയാൻ. അതല്ലാത്തിടത്തൊക്കെ നമ്മൾ എന്താണ് പറയുക? പാസ്റ്റ് സിമ്പിളിലാണ് പറയുക, സമയം പറയേണ്ടുന്ന സന്ദർഭങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, പാസ്റ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ സമയം മെനയാന്ന് വാങ്ങിയതാണ്, ആ സംഭവം നടന്നത് മെനയാന്നാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്താണ് പറഞ്ഞത്? വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളിത് ഇട്ട് നോക്കിയില്ലേ? ഹാവിൻറ്റ് യു ട്രൈഡ് ഇറ്റ് ഓൺ ബിഫോർ യു ബോട്ട് ഇറ്റ്? കസ്റ്റമർ പറയാണ് നോ സർ. ആ സമയത്ത് ട്രയൽ റൂമിൽ വളരെ തിരക്കായിരുന്നു. ആ സമയത്ത് ട്രയൽ റൂമിൽ നല്ല തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് എന്നതിന് അറ്റ് ദാറ്റ് ടൈം. ട്രയൽ റൂമിൽ വളരെ തിരക്കായിരുന്നു. ദ ട്രയൽ റൂം വാസ് ടു ബിസി. ദ ട്രയൽ റൂം വാസ് ടു ബിസി. വളരെ തിരക്കായിരുന്നതിന് ടു ബിസി, ഒരുപാട് തിരക്കായിരുന്നു, ആയിരുന്നു. ദ ട്രയൽ റൂം. ട്രയൽ റൂം എന്ന് പറഞ്ഞാൽ അതൊരു സിംഗുലറാണ്. അപ്പോൾ വാസ് ആണ് യൂസ് ചെയ്യുന്നത്. വാസ്. ദ ട്രയൽ റൂം വാസ് ടു ബിസി. ഒരുപാട് പേർ വസ്ത്രങ്ങൾ ഇട്ട് നോക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് വസ്ത്രങ്ങൾ ഇട്ട് നോക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർ എന്നതിന് നമ്മൾ എന്താണ് ഉപയോഗിച്ചത് നേരത്തെ? എ ലോട്ട് ഓഫ് പീപ്പിൾ അല്ലേ? ഈ ലോട്ട് ഓഫ് പീപ്പിൾ, എ ലോട്ട് ഓഫ് പീപ്പിൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നതിന് വേർ വെയിറ്റിംഗ്. വേർ വെയിറ്റിംഗ്. എന്തിനു വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? വാട്ട് ഫോർ? വസ്ത്രങ്ങൾ ഇട്ട് നോക്കാൻ അല്ലേ? ടു ട്രൈ ഓൺ ക്ലോത്ത്സ്. ടു ട്രൈ ഓൺ ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ ഇട്ട് നോക്കാൻ. ഇവിടെ വേർ വെയിറ്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. എ ലോട്ട് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വേർ അവിടെ യൂസ് ചെയ്തത്. ആയിരുന്നു എന്നർത്ഥത്തിൽ വേർ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാകം നോക്കാതെ വാങ്ങിയത്. അതുകൊണ്ടാണ് പാകം ഇട്ട് നോക്കാതെ വാങ്ങിയത് എന്നർത്ഥം. അതുകൊണ്ടാണ് എന്നതിന് എന്താണ് പറയുക? ദാറ്റ്സ് വൈ. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ്. ദാറ്റ്സ് വൈ I bought this shirt without seeing the fit. I bought this shirt without seeing the fit. Without seeing എന്ന് പറഞ്ഞാൽ നോക്കാതെ. നോക്കാതെ എന്നുള്ളതിന് without seeing the fit. പാകം നോക്കാതെ. Without seeing the fit. അതുപോലെ without showing എന്ന് പറഞ്ഞാൽ കാണിക്കാതെ. കാണിക്കാതെ. without showing. ഇവിടെ I bought this shirt. ഇവിടെ ഐ എന്നാൽ എന്താണ്? സബ്ജക്റ്റാണ്. ബോട്ട് എന്നാൽ വെർബാണ്. ദിസ് ഷർട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നേരത്തെ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ദിസ് ഷർട്ട് എന്ന നൗണിന് പകരം ആ സ്ഥാനത്ത് ഇറ്റ് എന്ന പ്രോനൗൺ യൂസ് ചെയ്യാം. ഇറ്റ്, ഐ ബോട്ട് ഇറ്റ് എന്ന് പറയാം. കാരണം നമുക്കറിയാം നമ്മൾ ഷർട്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? സോ റിപ്പിറ്റേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇറ്റ് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിലുള്ള റിപ്പിറ്റേഷൻ ഒഴിവാക്കാനായിട്ടാണ് നാം നൗണിന് പകരമായിട്ട് പ്രോനൗണുകൾ യൂസ് ചെയ്യും. മിനി എന്നതിന് പകരം എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹെയർ
അല്ലെങ്കിൽ ഷീ ഇതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ദെൻ നോ പ്രോബ്ലം. ഏത് അളവിലുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് നിങ്ങളുടെ അളവ്? വാട്ട് സൈസ് ഡു യു വാണ്ട്? വാട്ട് സൈസ് ഡു യു വാണ്ട്? അപ്പോൾ കസ്റ്റമർ പറയാണ് എനിക്ക് ഡബിൾ എക്സൽ ആണ് വേണ്ടത്. എനിക്ക് ഡബിൾ എക്സൽ ആണ് വേണ്ടത്. ഐ നീഡ് ഡബിൾ എക്സൽ. ഐ നീഡ് ഡബിൾ എക്സൽ. പക്ഷേ ഇതും അതേ അളവ് തന്നെയാണ്. അപ്പോൾ അയാൾ വാങ്ങിയതും അതേ അളവ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ബട്ട് ഇതും എന്ന് പറയാൻ ദിസ് ഈസ് ഓൾസോ. പക്ഷേ ബട്ട് ദിസ് ഈസ് ഓൾസോ ദ സെയിം സൈസ്. അതേ അളവ് എന്നതിന് ദ സെയിം സൈസ്. പക്ഷേ ഇതും അതേ അളവ് തന്നെയാണ്. ബട്ട് ദിസ് ഈസ് ഓൾസോ ദ സെയിം സൈസ്. ദിസ് ഓൾസോ ദ സെയിം സൈസ്. ഇതും അതേ അളവാണ്. പക്ഷേ ഇത് ശരിക്കും പാകമാകുന്നില്ല. അളവാണെങ്കിലും പാകമാകുന്നില്ല എന്നാണ്. ഇത് ശരിക്കും പാകമാകുന്നില്ല. പക്ഷേ ബട്ട് ഇറ്റ് ഡസൻ ഫിറ്റ് പ്രോപ്പർലി. ഇറ്റ് ഡസൻ ഫിറ്റ് പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ശരിയായ. ഇറ്റ് ഡസൻ ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ പാകമല്ല എന്നർത്ഥം. ഡസൻ ഫിറ്റ് പ്രോപ്പർലി ശരിക്ക് പാകമല്ല എന്ന്. ഇറ്റ് ഡസൻ ഫിറ്റ് പ്രോപ്പർലി ഇത് ശരിക്ക് പാകമല്ല. ഇറ്റ്സ് ടു ബിഗ്. ഇത് വളരെ വലുതാണ്. ഇറ്റ്സ് ടു ബിഗ്. ഷോപ്പ് കീപ്പർ എന്താണ് പറയുന്നത്? ചിലപ്പോൾ ബ്രാൻഡുകൾ തമ്മിൽ അളവ് വ്യത്യാസം വരാം. ചിലപ്പോൾ ബ്രാൻഡുകൾ തമ്മിൽ അളവ് വ്യത്യാസം വരാം. ചിലപ്പോൾ സംടൈം അളവ് വ്യത്യാസം എന്നുള്ളതിന് സൈസ് വെരീസ് അളവ് വ്യത്യാസം. സംടൈം സൈസ് വെരീസ്. ബ്രാൻഡുകൾ തമ്മിൽ എന്നാണ് പറയേണ്ടത് അല്ലേ? ബ്രാൻഡുകൾ തമ്മിൽ എന്നതിന് ഫ്രം ബ്രാൻഡ് ടു ബ്രാൻഡ്. ഫ്രം ബ്രാൻഡ് ടു ബ്രാൻഡ്. സംടൈം സൈസ് വെരീസ് ഫ്രം ബ്രാൻഡ് ടു ബ്രാൻഡ്. സംടൈം സൈസ് വെരീസ് ഫ്രം ബ്രാൻഡ് ടു ബ്രാൻഡ്. അളവ് വ്യത്യാസം വരാം. ഈ ബ്രാൻഡ് ഷർട്ട് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വേറൊരു ഷർട്ട് എടുത്ത് കൊടുക്കുകയാണ്. ഈ ബ്രാൻഡ് ഷർട്ട് ഒന്ന് നോക്കൂ. പ്ലീസ് സീ ദിസ് ബ്രാൻഡ് ഷർട്ട്. പ്ലീസ് സീ ദിസ് ബ്രാൻഡ് ഷർട്ട്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പാകമായിരിക്കാം. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് പാകമായിരിക്കാം. പോസിബിലിറ്റിയാണ്. ഇറ്റ് മേ ഫിറ്റ് യു. ഇപ്പോൾ കസ്റ്റമർ പറയാണ് സോറി സാർ, ഇത് കളർ വ്യത്യസ്തമാണ്. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് കളർ. ഡിഫറെൻറ്റ് വ്യത്യാസമുള്ള കളറാണ്. എനിക്ക് വേണ്ടത് ഈ കളറല്ല. ദിസ് കളർ ഈസ് നോട്ട് ഐ വാണ്ട്. എനിക്ക് വേണ്ടത് എനിക്ക് അതേ കളർ, ഞാൻ എടുത്ത അതേ കളർ തന്നെയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഐ വാണ്ട് ദ സെയിം കളർ. അതേ കളർ തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. ഐ വാണ്ട് ദി സെയിം കളർ. നോ പ്രോബ്ലം സാർ. ഇത് തിരിച്ചെടുത്ത് അതിൻ്റെ ക്യാഷ് ഒന്ന് മടക്കി തരാമോ? കസ്റ്റമർ പറയാണ് നോ പ്രോബ്ലം സാർ, ഇത് തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ക്യാഷ് ഒന്ന് മടക്കി തരാമോ എന്നുള്ളതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് എന്ത് വെച്ച് ചോദിക്കാം? കുഡ് യു വെച്ച് ചോദിക്കാം. കുഡ് യു റിട്ടേൺ ഇറ്റ് ആൻഡ് റീഫണ്ട് പ്ലീസ്. റിട്ടേൺ മടക്കിയിട്ട് റീഫണ്ട് കാശ് മടക്കി കൊടുക്കാനാണ് പറയുന്നത്. ദെൻ ഷോപ്പ് കീപ്പർ ഈ ഒരു രീതി ഇവിടെ പതിവില്ല. അതായത് സാധനം വാങ്ങിച്ചത് തിരിച്ചെടുത്ത് കാശ് മടക്കി കൊടുക്കുക എന്നൊരു രീതി ഇവിടെ പതിവില്ല. ഇറ്റ്സ് നോട്ട് യൂഷ്വൽ ഹിയർ. പതിവല്ല. ഹിയർ ഇവിടെ. ഇറ്റ്സ് നോട്ട് യൂഷ്വൽ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് പതിവില്ല എന്നർത്ഥം. അപ്പം ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഒരു ടീഷർട്ടോ പാൻറ്റോ അങ്ങനെ വല്ലതും മാറ്റിയെടുക്കാമോ? കുഡ് യു എക്സ്ചേഞ്ച് ദി ഷർട്ട് ഫോർ സംതിങ് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും. ഫോർ സംതിങ് എൽസ് ഷർട്ടിന് പകരം മറ്റെന്തെങ്കിലും. എന്താണ്? ടീഷർട്ട് പാൻസ് എക്സെട്ര ലൈക്ക്. അപ്പം അങ്ങനെ എന്തെങ്കിലും എടുക്കാമോ എന്ന് ചോദിക്കുന്നു. കുഡ് യു എക്സ്ചേഞ്ച് ദി ഷർട്ട് ഫോർ സംതിങ് എൽസ്? ടീഷർട്ട് പാൻസ് എക്സെട്ര ലൈക്ക്. ടീഷർട്ട് പാൻറ്റ് മുതലായ പോലെയുള്ള എന്തെങ്കിലും ഒന്ന് എടുക്കാമോ? കുഡ് യു. ഇവിടെ ETC എഴുതി ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ വായിക്കേണ്ടത് എക്സെട്ര എന്നാണ്. കുറേ എണ്ണം ഉണ്ടാകുമ്പോൾ മുഴുവൻ പേരും പറയേണ്ടതായ ഒരു ആവശ്യമില്ലെങ്കിൽ അവിടെ 2-3 എണ്ണത്തിൻ്റെ പേര് മാത്രം പറഞ്ഞിട്ട് ശേഷം നമുക്ക് ഇങ്ങനെ പറയാം. തുടർന്നും അതുപോലത്തെ എണ്ണം കുറേ ഉണ്ടെന്നർത്ഥം. അപ്പോൾ കസ്റ്റമർ പറയുന്നത് സോറി സാർ. അപ്പോൾ കസ്റ്റമർക്ക് അത് വേണ്ട. സോറി സാർ, എനിക്ക് മറ്റൊന്നും വേണ്ട. മറ്റൊന്നും എന്നുള്ളതിന് എനി അതർ തിങ്. മറ്റൊന്നും വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനി അതർ തിങ്. ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട്
എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയാൻ ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് അല്ലെങ്കിൽ ഐ വാണ്ട് നത്തിങ് എന്നും പറയാം. ഐ വാണ്ട് നത്തിങ്. ഇവിടെ മറ്റൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് എനി അതർ തിങ്. ഐ ഡോണ്ട് വാണ്ട് എനി അതർ തിങ്. അപ്പോൾ ദയവ് ചെയ്ത് കാശ് മടക്കി തരൂ. ദയവ് ചെയ്ത് കാശ് മടക്കി തരൂ. പ്ലീസ് റീഫണ്ട് ഇറ്റ്. പ്ലീസ് റീഫണ്ട് ഇറ്റ്. ഷോപ്പ് കീപ്പർ എന്താണ് പറയുന്നത്? ഓക്കെ, ആ ബില്ലൊന്ന് നോക്കട്ടെ. ആ ബില്ലൊന്ന് നോക്കട്ടെ. കെൻ ഐ സീ യുവർ ബിൽ പ്ലീസ്? കെൻ ഐ സീ യുവർ ബിൽ പ്ലീസ്? കസ്റ്റമർ, ഇതാ ബില്ല്. ഹിയർ ഇറ്റ് ഈസ്. ഹിയർ ഇറ്റ് ഈസ്. ഷോപ്പ് കീപ്പർ, യെസ്, ദാ നിങ്ങളുടെ ക്യാഷ്. ഹിയർ ഇറ്റ്സ് യുവർ ക്യാഷ്. ഹിയർ ഇറ്റ്സ് യുവർ ക്യാഷ്. ദെൻ കസ്റ്റമർ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സംഭാഷണം കേട്ട് നന്നായി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ആയിട്ടൊന്ന് കേട്ട് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം വിത്ത് അനദർ ടോപ്പിക്. ബൈ.